ഇന്നത്തെ 2026 ജൂലൈ 2 പ്രധാന ഓഹരി വിപണി വാർത്തകളും വിപണിയിലെ ട്രെൻഡുകളും താഴെ നൽകുന്നു. പ്രധാന വിപണി വിശേഷങ്ങൾ. വിപണിയിലെ തിരിച്ചുവരവ്. തുടർച്ചയായ 2 ദിവസത്തെ നഷ്ടത്തിനു ശേഷം ഇന്ത്യൻ ഓഹരി വിപണി ശക്തമായ തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകുന്നു. ആഗോള വിപണികളിലെ ഗ്ലോബൽ മാർക്കറ്റ്സ് മുന്നേറ്റവും വാൾസ്ട്രീറ്റിലെ റാലിയും ഇന്ത്യൻ സൂചികകളായ നിഫ്റ്റി, സെൻസെക്സ് എന്നിവയ്ക്ക് അനുകൂലമായ തുടക്കം സമ്മാനിക്കുമെന്നാണ് ഗിഫ്റ്റ് നിഫ്റ്റി നൽകുന്ന സൂചന. ആഗോള ആശങ്കകളും ക്രൂഡ് ഓയിലും US-ഇറാൻ സമാധാന ചർച്ചകളിലെ അനിശ്ചിതത്വങ്ങളും മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥയും മൂലം ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ വർധനവുണ്ട്. ഇത് വിപണിയിൽ ഒരു ജാഗ്രത നിലനിർത്തുന്നു. സ്വർണ്ണവിലയിൽ ഇടിവ്. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ജൂൺ മാസത്തിൽ മാത്രം സ്വർണ്ണവിലയിൽ 12% ഇടിവാണുണ്ടായത്. ശ്രദ്ധേയമായ കോർപ്പറേറ്റ് ബൈ ഓഹരി വാർത്തകൾ. വിഴിഞ്ഞം തുറമുഖവും അദാനി ഗ്രൂപ്പും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ആദ്യ വിദേശ നിക്ഷേപമെത്തുന്നു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയിൽ MSC നിന്നുള്ള നിക്ഷേപത്തിനായി ഓഹരികൾ കൈമാറുന്നതിന് സെബി അനുമതി ലഭിച്ചതിനെ തുടർന്ന് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടിയിരിക്കുകയാണ്. അദാനി ഓഹരികളിൽ ഇതിന്റെ ചലനങ്ങൾ ദൃശ്യമാണ്. റിലയൻസ് പവർ. റിലയൻസിന്റെ AIFI മേഖലയിലേക്കുള്ള പുതിയ ചുവടുവെപ്പുകളുടെ വാർത്തകൾ പുറത്തുവന്നതോടെ റിലയൻസ് പവർ ഓഹരികളിൽ വലിയ കുതിച്ചുചാട്ടം ഏകദേശം 18% വരെ രേഖപ്പെടുത്തി. പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭവിഹിതം. കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക് എന്നിവ നടപ്പു സാമ്പത്തിക വർഷത്തിൽ സർക്കാരിലേക്ക് 7023 കോടി രൂപ ലാഭവിഹിതമായി ഡിവിഡൻഡ് നൽകി. ഈ ബാങ്ക് ഓഹരികൾ നിക്ഷേപകർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. വാണിജ്യ LPG വില കുറഞ്ഞു. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുംവിധം വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 183 രൂപ 50 പൈസ കുറച്ചിട്ടുണ്ട്. ഇത് ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലയിലെ ഓഹരികൾക്ക് അനുകൂലമായേക്കാം. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല.